ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി ചോദിച്ചു, റബ്ബിന്റെ റസൂല് പഠിപ്പിച്ച ഏത് ബഹുമാനമാ ഞങ്ങൾ ഔലിയാക്കൊക്കെ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞില്ലേ മൗലവി? അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക മോനെ. പറയാണ്, ഇതാ മുജാഹിദുകൾ ഔലിയാക്കന്മാരെ എതിർക്കുന്നു. ഔലിയാക്കന്മാരുടെ പദവി അവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഏത് പദവിയാ ഞങ്ങൾ അംഗീകരിക്കാത്തത്? റബ്ബിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഏത് പദവിയാ ഞങ്ങൾ അംഗീകരിക്കാത്തത്? ഏത് പദവിയാ അംഗീകരിക്കാത്തത്? ഏത് പദവി അവർ അംഗീകരിച്ചത്? റബ്ബിന്റെ റസൂല് പറഞ്ഞ ഏത് പദവിയാണ് ഇവർ അംഗീകരിച്ചത്? ഇനി സഹോദരന്മാരെ, നമ്മൾ പറയാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഫർള് മുഴുവനും എടുക്കുകയും ഹറാമ് മുഴുവനും ഒഴിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ സുന്നത്തായ അമലുകൾ എന്റെ അടിമ ധാരാളമായി എടുത്ത് കറാഹത്ത് ചെയ്യാതെ സുന്നത്ത് ധാരാളം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ അങ്ങനെ ഒരാളെ അങ്ങ് സ്നേഹിച്ചാൽ അതിന് ഫർള് മാത്രം പോരാ, ഹറാം ഒഴിച്ചാ പോരാ. ഫർള് മുഴുവനും എടുക്കുന്നു, ഹറാം ഒഴിക്കുന്നു, അതിന്റെ പുറമെ സുന്നത്തുകൾ മുഴുവനും എടുക്കുന്നു, കറാഹത്ത് ഒഴിക്കുന്നു. ആ നിലക്കുള്ള ജീവിതം നയിക്കുന്നവരല്ലേ മഹാന്മാരായ ഔലിയാക്കൾ. അവരെ പറ്റി പറയാണ്, അങ്ങനത്തെ ഒരു രംഗം വന്നാൽ ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ പ്രിയം വെക്കും. ഫൈദാ അഹ്ബബ്തു, ഞാൻ അവനെ പ്രിയം വെച്ച് കഴിഞ്ഞാലോ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. അങ്ങനെ ഞാൻ ഒരാളെ ശരിക്കങ്ങ് സ്നേഹിച്ചാൽ അല്ലാഹു പറയാണ്, അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും കാതിനും കണ്ണിലും പ്രത്യേകമായ കഴിവ് കൊടുക്കും കേട്ടോ. അദ്ദേഹത്തിന് സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ ശക്തിയല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളൂല, ഞാൻ അപ്പൊ തന്നെ ഉത്തരം ചെയ്യും. അദ്ദേഹം കാവല് ചോദിച്ചാ കാവല് കൊടുക്കും. അല്ലാഹു പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ മൗലവി അതാ ഔലിയാക്കൾക്ക് ഇങ്ങനെ അസാധാരണമായ കാഴ്ചയുണ്ടെന്ന് അംഗീകരിക്കുമോ? അസാധാരണമായ കേൾവിയുണ്ടെന്ന് അംഗീകരിക്കുമോ? അസാധാരണ കഴിവുണ്ടെന്ന് അംഗീകരിക്കുമോ? അംഗീകരിച്ചിട്ടില്ല എന്നത് നാദാപുരത്തെ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ അർത്ഥം സ്ക്രീനിൽ ഒന്ന് കണ്ടോളൂ. ഈ പറഞ്ഞ ഹദീസിന് എന്താണ് അർത്ഥം പറയുന്നത്? ഇത്തഫഖൽ ഉലമാഉ മിമ്മൻ യതദു ബിഖൗലിഹി അന്ന ഹാദാ മജാസുൻ വകിനായത്തുൻ അൻ നുസ്റത്തിൽ അബ്ദി വതഈദി വയാനതിഹി. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അല്ലാഹ് കാതാകുമെന്നല്ല, അല്ലാഹ് കണ്ണാകുമെന്നല്ല, മറിച്ച് ഹദീസിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയെ അല്ലാഹ് ശക്തിപ്പെടുത്തുമെന്നും അല്ലാഹ് പ്രത്യേക സഹായം കൊടുക്കുമെന്നുമാണ്. ഹത്താ കഅന്നഹു സുബ്ഹാനഹു, അല്ലാഹു തആല ആയതുപോലെയുണ്ട്, യുനസ്സിലു നഫ്സഹു മിൻ അബ്ദിഹി മൻസിലത്തൽ ആലാത്തില്ലതി യസ്തഈനു ബിഹാ. അതെ, അവനവന്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ നേടാൻ കഴിയുമോ, കൈകൊണ്ട് എന്ത് നേടാൻ കഴിയുമോ, ഇതുപോലെ അല്ലാഹ് മുഖേന അവർക്ക് കാണാൻ കഴിയും, അല്ലാഹ് മുഖേന കേൾക്കാൻ കഴിയും. അല്ലാഹ് മുഖേന ശക്തിയാണ് അവർക്ക്. സാധാരണ കേൾവിയും ശക്തിയുമല്ല, സാധാരണ അറിവല്ല. പിന്നെയും പറയുന്ന കേട്ടുള്ളൂ, വലിഹാദാ ബഖഅ ഫീ റിവായത്തിൽ ഫബി യസ്മഉ വബി യബ്സുറു വബി യബ്തുസു വബി യംശി. അതുകൊണ്ടാണ് റിപ്പോർട്ടിൽ ഞാൻ മുഖേനയാണ് അവന്റെ നടത്തം, ഞാൻ മുഖേനയാണ് അവന്റെ കാഴ്ച, ഞാൻ മുഖേനയാണ് അവന്റെ കേൾവി എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് കാണാം, അജ്അലു ലഹു ബഖാസിദഹു കഅന്നഹു യനാലു ബിസംഇഹി വബസരിഹി. സ്വന്തം കാതുകൊണ്ടും കേൾവി കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ എത്തിക്കുന്നത് പോലെ പടച്ചവൻ മുഖേന പ്രത്യേകമായ കാഴ്ചയും കേൾവിയും ഉദ്ദേശിക്കുന്നത് മുഴുവനും മൗലിയാക്കൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ തഫ്സീറിൽ അതാ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. 11-ാം വാല്യം 351-ാമത്തെ പേജിൽ കിതാബുർ റഖാഖ് നോക്കൂ മുതഅല്ലിമീങ്ങളെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും പറയുന്നു, യസ്മഉൽ ഖരീബ വൽ ബഈദ് യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്, അവർക്ക്
അവർക്ക് ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കേൾക്കുന്നു, ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കാണുന്നു. അവർക്ക് ദൂരം പ്രശ്നമല്ല. എന്നാൽ സഹോദരന്മാരെ, അതേ മൗലവിയെ കൊണ്ട് ഞാൻ ഏത്തടിച്ചു തരാം നിങ്ങൾക്ക്. അത് എഴുതി വെച്ച അറിവാണെന്ന് അയാളെ കൊണ്ട് എന്നെ സമ്മതിപ്പിച്ചു തരാം. ഏത്? ഈ ഭൂമിയിലുള്ള സസ്യങ്ങളുടെ എണ്ണം മുഴുവനും, തിരമാലകളുടെ എണ്ണം മുഴുവനും ഒക്കെ എഴുതി വെച്ച ഗ്രന്ഥത്തിലുള്ള അറിവാണെന്ന് മൗലവിനെ കൊണ്ട് തന്നെ ഞാൻ ഇടിയിച്ചു തരാം. മൗലവി തന്നെ മറ്റൊരവസരത്തിൽ അതേ പ്രസംഗത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞുപോയി. മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് അവിടെയൊക്കെയല്ലേ വെളിവാകുന്നത്. മൗലവി തന്നെ പറയുന്നു അത് ഗ്രന്ഥത്തിലുണ്ടെന്ന്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ മോനെ. ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها. ഒരില പോലും കൊഴിയുന്നില്ല ഈ ഭൂമിയില്ലതാ. കോടാനുകോടി കാടുകളില്ലേ, അത്രയും കാടുകളില്ലെന്ന് കോടാനുകോടി എത്രയോ വൃക്ഷങ്ങളില്ലേ. ഇടതൂർന്ന് വളരുന്ന വൃക്ഷങ്ങൾക്കിടയിൽ കോടാനുകോടി ചില്ലകളും മരങ്ങളും പൂവുകളും കായ്കനികളുമൊക്കെ ഇല്ലേ. അവക്കിടയില്ലെന്ന് ഒരിലയെങ്ങാനും പൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അത് റബ്ബറിഞ്ഞിട്ടല്ലാതെ അത് പൊഴിഞ്ഞു വീഴുന്നില്ല. അതുകൊണ്ടും തീർന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദി, ഈ ഭൂമിയുടെ ഇരുളുകളിൽ എവിടെയെങ്കിലും ഒരു വിത്തുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വലാ റത്ബിൻ വലാ യാബിസിൻ, പച്ചയായതോ ഉണങ്ങിയതോ എന്ത് തന്നെയാവട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ ഒരു ഗ്രന്ഥത്തിലില്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ. ഒരു ഗ്രന്ഥത്തിലില്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മൗലവി തന്നെ ആയത്തോടെ സമ്മതിച്ചില്ലേ? ആ ഗ്രന്ഥം ഏതാണ് സഹോദരന്മാരെ? ഇവിടെ ഒരു വിഷയവും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതില്ല. ആ ഗ്രന്ഥം ഏതാണ്? മൗലവിമാര് മതം പഠിക്കാത്തതിൽ ഉത്തരവാദി മുഹീദ്ദീൻ ശൈഖല്ലല്ലോ, മഹാന്മാരായ ഔലിയാക്കളല്ലല്ലോ, പണ്ഡിതന്മാരല്ലല്ലോ, സുന്നികളല്ലല്ലോ. ആ ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്നവരാണ് മുഹീദ്ദീൻ ശൈഖിനെ പോലത്തെ ഔലിയാക്കൾ. അതാണ് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ. ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്നവരാണ് അല്ലാഹുവിന്റെ മുഹീദ്ദീൻ ശൈഖിനെ പോലുള്ള ഔലിയാക്കൾ. അത് നോക്കിയാൽ ഏത് ഇലയും മനസ്സിലാകും, എത്ര സസ്യമുണ്ടെന്ന് മനസ്സിലാകും, എത്ര തിരമാലയുണ്ടെന്ന് മനസ്സിലാകും. ലോകത്തുള്ള സർവ്വകാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി വായിക്കുന്നവരാണ് ഔലിയാക്കൾ. അവരെ കണ്ണിന് അസാധാരണ കാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ? ഇനി അത് നിങ്ങൾക്ക് പണ്ഡിതന്മാർ വിവരിച്ചത് കാണണോ? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിവരിച്ചത് ഇഹ്യ നോക്കി വായിച്ചോളൂ സഹോദരന്മാരെ. മനുഷ്യന്റെ മനസ്സൊരു കണ്ണാടി പോലെയാണ്. ആ മനസ്സ് കിബർ, അഹങ്കാരം, അസൂയ തുടങ്ങിയ സർവ്വരോഗങ്ങളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനെ പൂർണ്ണമായി സമർപ്പിച്ച് അള്ളാഹുവിനെ ലയിക്കുമ്പോ ആ കണ്ണാടി തെളിയുന്നു, ആ മനസ്സ് തെളിയുന്നു. ആ കണ്ണാടിയാകുന്ന മനസ്സ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് മറ്റൊരു കണ്ണാടി പോലുള്ള പലകയാണ്. അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനസ്സ് അങ്ങോട്ടങ്ങ് തിരിക്കുമ്പോ കണ്ണാടിയിൽ പതിയുന്നത് പോലെ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ മുഴുവനും മഹാന്മാരുടെ മനസ്സിൽ പതിയുന്നു. ഖുർആൻ തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസാലി സമർത്ഥിക്കുകയാണ്. അത് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു 1028 പേജിൽ അത് രേഖപ്പെടുത്തിയത് 4-ാം വാള്യത്തിലാണെങ്കിൽ, മുതഅല്ലിമീങ്ങളെ, മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ട് തെറ്റിപ്പോകണ്ട. ഇൽമില്ലാത്ത ഉലമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.